ഒരിക്കലും ആ ബാങ്കുലി മദീനയുടെ മിനാരങ്ങളിൽ മുഴങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം എനിക്ക് ഈ മദീന വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മണമില്ലാത്ത മണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ വഫാത്തിന്റെ ശേഷം സങ്കടങ്ങൾ സഹിക്കാൻ വയ്യാതെ സിറിയയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട് ബിലാൽ തങ്ങള്. ആ യാത്രാ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളൊക്കെ പറയുന്നുണ്ട്, ബിലാലെ, റസൂല് വഫാത്തായിട്ടുണ്ടെങ്കിലും റസൂലിന്റെ ബാങ്കുലികള്, റസൂൽ ഇതിനൊക്കെ പഠിപ്പിച്ചു തന്ന ബാങ്കുലികള് ഈ മിനാരത്തിലൂടെ പാറിപ്പറക്കണമെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ ബിലാൽ തങ്ങള് സങ്കടം പേറി കുന്നോളം വിഷമങ്ങൾ പേരിട്ട് സിറിയയിലേക്ക് യാത്ര പോകുന്നുണ്ട്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അള്ളാഹിന്റെ റസൂല് ബിലാലിന്റെ കിനാവിലുകൾ വരാണ്. ആ കിനാവിൽ വന്നിട്ട് പറയാണ്, ബിലാലെ, എന്നോട് പിണക്കാണോ? എന്തുകൊണ്ടാണ് എന്നെ ഒന്ന് കാണാൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നെട്ടിവിറച്ച് ബിലാൽ തങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട്. പ്രിയ പത്നിയോട് പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂല് എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, എന്താണ് ബിലാലെ എന്നെ കാണാൻ വരാത്തതെന്ന്, എനിക്ക് റസൂലിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മദീനയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. മദീനയിലെത്തി ബിലാൽ തങ്ങൾ വന്ന് എന്ന് കണ്ടപ്പം ആ മദീന നിവാസികളൊക്കെ ആയ ഹറമിലേക്ക് വരുന്നുണ്ട്. ആ ഹറമില് ബിലാൽ തങ്ങളുടെ ബാങ്കുലി ഒന്നും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മുമ്പില് റസൂലിന്റെ പേരക്കുട്ടികളായിട്ടുള്ള ഹസനും ഹുസൈനും പറയുന്നുണ്ട്, യാ ബിലാൽ, ഒരിക്കൽ കൂടി നിങ്ങളുടെ ബാങ്കുലി കേൾക്കാന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഒരുപാട് നേരം നിരസിച്ചെങ്കിലും റസൂലിന്റെ പേരക്കുട്ടികൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ബാങ്കുലി വീണ്ടും തുടങ്ങാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞിട്ട് ബോധക്ഷനായി അദ്ദേഹം താഴോട്ട് വീഴുകയാണ്. ഇത്രത്തോളം റസൂലിനെ മനസ്സിലേറ്റിയ, ഇത്രത്തോളം റസൂലിനെ മാറോട് ചേർത്ത് പിടിച്ച ഒരു സഹാബി വേറെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്താളുകളിൽ എഴുതിയത് ബിലാലിന്റെ ബാങ്കുലികൾക്കുള്ള മറുപടി മാത്രമായിരുന്നു.